പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലാണ് മോശയെ ദൈവം വിളിക്കുന്നത്. അങ്ങനെ 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം വിളിച്ചിട്ട് 4-ാം അധ്യായത്തിൽ മോശയെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്. മോശയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം അവനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് തരാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ നിന്നൊരായുധം ഉണ്ടാക്കി തരുകല്ല, ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് ഒരായുധം ഉണ്ടാക്കി നിന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് നിന്നെ വിടുകല്ല. ഫറവോയുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഫറവോ എന്ന് പറഞ്ഞാൽ പൈശാചിക അരൂപിയുടെ പ്രതിനിധിയും പ്രതീകവുമായിരുന്നു ഈജിപ്തിലെ ഫറവോ. ഈജിപ്തിനെതിരെ ദൈവം ഉയർത്തിവിട്ട 10 മഹാമാരികൾ ഈജിപ്തിലെ 10 ദേവന്മാർക്കെതിരെയുള്ള ദൈവത്തിന്റെ പ്രഹരമായിരുന്നു. ഈജിപ്ത് ഒരു പൈശാചിക ആധിപത്യത്തിന്റെ സ്ഥലമായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ ഒരു രാജ്യം ഉത്തരവിട്ടാൽ ആ രാജ്യം ഭരിക്കുന്നത് ദൈവമല്ല, പിശാചാണ്. അപ്പൊ അതുകൊണ്ട് ആ രാജ്യം അതൊരു പൈശാചിക അരൂപിയുടെ രാജ്യമാണ് ഈജിപ്ത്. അതുകൊണ്ട് മോശയെ ഈ ഈജിപ്തിലേക്ക് പൈശാചിക ആധിപത്യമുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോ ദൈവമായ കർത്താവ് മോശയുടെ കയ്യിൽ വെടുത്ത് അങ്കത്തട്ടിലേക്ക് കയറി അംഗം വെട്ടി യുദ്ധം ചെയ്ത് വിജയം നേടാൻ ഒരു ആയുധം, ഒരു വാള് വെച്ചു കൊടുത്തില്ല, ഒരു അംഗച്ചുരിക വെച്ചു കൊടുത്തില്ല. ഒരു കുന്തം ഇരിക്കട്ടെ കൊടുത്തോ? ഇല്ല. എന്നാ 2 വാളിരിക്കട്ടെ, ഒന്നും ഇല്ലെങ്കിൽ ഒരു പരിചയെങ്കിലും ഇരിക്കട്ടെ, തടയുമെങ്കിലും ചെയ്യാം, കൊടുത്തോ? ഇല്ല. ദൈവം ഒന്നും കൊടുത്തില്ല. ദൈവം പറഞ്ഞു, ഈ പൈശാചിക ശക്തിക്കെതിരെയുള്ള ആയുധം നിന്റെ കയ്യിലിരിപ്പുണ്ട്, അത് വെളിയിൽ നിന്ന് വേണ്ട, നിന്റെ കയ്യിലിരിപ്പുണ്ടത്. അത് മോശയ്ക്കൊരു വടിയായിരുന്നു, ഇടയന്റെ വടി. ആടുകളെ മേയ്ക്കുന്നവൻ ചെന്നായി ആട്ടി ഓടിക്കാനും കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനും പാമ്പിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും ആടുകളെ സേവ് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ച ആയുധം ഇടയന്റെ വടി. അത് അവന്റെ കയ്യിലുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ആ വടി നിലത്തിടുക. മോശ വടി നിലത്തിട്ടു. അപ്പൊ എന്ത് സംഭവിച്ചു? അത് സർപ്പമായി മാറി. കർത്താവ് പറഞ്ഞു മോശയോട് സർപ്പത്തിന്റെ വാലിൽ പിടിച്ചെടുക്കുക. മോശ വാലിൽ പിടിച്ചെടുത്തപ്പോ അത് വീണ്ടും പഴയ പോലെ വടിയായി. ഈ വടി നീട്ടിക്കൊടുത്തിട്ട് പിന്നീട് ബൈബിളിൽ ഈ വടിയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വടി എന്നാണ്. ഇത്രയും നാൾ അത് മോശയുടെ വടിയായിരുന്നു. ഇനി ബൈബിൾ പറയുന്നത് ഇതാരുടെ വടിയാണ്? ഇത് ദൈവത്തിന്റെ വടിയാണ്. അതായത് നിന്റെ കയ്യിലിരിക്കുന്ന ആയുധം ദൈവം പറഞ്ഞ പ്രകാരം നീ ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ആയുധമായി മാറും. നിന്റെ കയ്യിലിരിക്കും, നിന്റെയാണത്, നീ വില കൊടുത്ത് വാങ്ങിച്ചാണ്, നിന്റെയാണ്. പക്ഷെ നീ നിന്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധം ദൈവം പറഞ്ഞതനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അത് നിന്റെ ആയുധമല്ല, അത് ദൈവം തന്റെ ശത്രുവിനെ പ്രഹരിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമായി മാറും.